നിന്റെ സ്വഭാവം അനുസരിച്ച് ഇതിനൊന്നും ഞങ്ങൾ കൂട്ടി നിൽക്കാൻ പാടില്ലാത്തതാ. പക്ഷേ ചേച്ചി ഞങ്ങൾക്കാർക്കും മറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇതെല്ലാം നടത്തി തന്നത്. ഇനി മര്യാദക്കൊക്കെ ജീവിച്ചാൽ നിനക്കൊള്ളാം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇന്നലെ വരെ പറഞ്ഞതുപോലെയല്ല എന്ന്. ഈ നിമിഷം വല്യമ്മവന് ഞാനൊരു ഉറപ്പ് തരുന്നു. ഇനി അങ്ങോട്ട് ഞാനൊരു പുതിയ മനുഷ്യനായിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഏട്ടാ, ആ കൃത്യസമയത്തിന് നീ വന്നല്ലോ. നന്ദു, ഇതെന്റെ ചെറിയമ്മാവനാ. കല്യാണ സമയത്ത് എത്താൻ പറ്റിയില്ല, സോറി മോളെ. ഏട്ടാ, ഒരു വലിയ സന്തോഷ വാർത്തയുണ്ട്. എന്താ ശരാ? നമ്മുടെ കമ്പനി അക്കൗണ്ടിലേക്ക് ഒരു വലിയ എമൗണ്ട് പ്രോഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എത്ര എമൗണ്ട്? 36,60,00,000. ഓ, അതൊരു വലിയ തുകയാണല്ലോ. അതെ ചേട്ടാ. കണ്ടോ, നന്ദന വലതുകാല് വെച്ച് അകത്തേക്ക് കയറി ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയും വന്നു. ചെറിയച്ചൻ ഫുഡ് കഴിച്ചോ? ഞാൻ വന്ന വഴി കഴിച്ചു മോളെ. നിങ്ങളൊക്കെ കല്യാണ സദ്യ കഴിച്ചു കാണുമായിരിക്കുമല്ലോ അല്ലേ? അതെ. ഇവന്റെ ഒരു കല്യാണ സദ്യ ഞാൻ കഴിച്ചത് അത് തന്നെ തൃപ്തിയായി. ഇവൻ ഭീഷ്മ ശബ്ദമൊക്കെ എടുത്തിരിക്കുക ശരാ. ആ, ഇന്നു മുതൽ നല്ല കുട്ടിയായിട്ട് മാറുന്നു. ഭീഷ്മ പിതാമഹനെ അങ്ങനെ ആക്ഷേപിക്കല്ലേ ചേട്ടാ. മഹാഭാരതം വായിച്ചവരുടെയും ധ്യാനിച്ചവരുടെയും മനസ്സില് ആകാശം മുട്ട നിൽക്കുക ആ കഥാപാത്രം. ഭീഷ്മ ശബ്ദം. പറഞ്ഞതെല്ലാം നിനക്ക് മനസ്സിലായല്ലോ. ചെറുക്കനോ അവന്റെ അമ്മയോ ഒഴിച്ച ബാക്കി ഈ വീട്ടിലുള്ള എല്ലാവരും നല്ല ആൾക്കാരാ. എന്റെ മോള് വളരെ സൂക്ഷിക്കണം. ആർക്കും അവനെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായവും ഇല്ല. മോളാണ് അവനെ നന്നാക്കി എടുക്കേണ്ടത്. അവന്റെ മേല് ഒരു കർശന നിയന്ത്രണം വേണം. ദീപേട്ടനെ ഞാൻ നന്നാക്കി എടുത്തോളാം. അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി ഇവിടെ ഒരു മംഗളകർമ്മം കൂടിയുണ്ട്. ഇവിടെ ഇനിയും മംഗളകർമ്മോ? അതെന്താ? അതെന്താണെന്നേ എനിക്കും ഋതുമോൾക്കും മാത്രമേ അറിയൂ. അല്ലേ ഋതുമോളെ? നീ വാടാ.